ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ചത് നമ്മുടെ ഹീറോയിനായ സിയോ ഒരു വെർച്വൽ ഗെയിമിൽ പോയി ഹീറോയായ സിയാവുനെ കാണുന്നുണ്ട്. എന്നാൽ അവൻ ഇവളെ വിശ്വസിപ്പിച്ച് ആ ഗെയിമിൽ ജയിക്കുകയാണ് ചെയ്തത്. അവനെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണമെന്ന ലക്ഷ്യത്തോടെ സിയോ പിന്നെയും ആ ഗെയിമിലേക്ക് പോകുന്നു. അതോടെയാണ് ഇന്നലെ ആ എപ്പിസോഡ് അവസാനിച്ചത്. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ അവൾ ഗെയിം കളിക്കാൻ നിൽക്കുന്നു. അപ്പോൾ അതാ പതിവ് പോലെ തന്നെ നമ്മുടെ സിയാവോ ആ ഡോറും തുറന്ന് വരുന്നു. അവൻ എല്ലാവരെയും സ്വാഗതം ചെയ്ത് ആ ഗെയിമിലേക്ക് കൊണ്ടുപോകുന്നു. അവൾക്ക് ഇത്തവണ കിട്ടിയിരിക്കുന്ന ക്യാരക്ടറിന്റെ പേര് അന്ന എന്നാണ്. അന്ന ആരാണെന്ന് വെച്ചാൽ സൈഡ് എം എന്ന് പറയുന്ന ഒരാളുടെ ഫിനാൻഷ്യൽ അഡ്വൈസർ ആണ്. അവൾക്ക് ഈ ഗെയിമിൽ കൊടുത്തിരിക്കുന്ന ടാസ്കുകൾ: ഒന്നാമത്തേത്, ഹീറോയായ സിയാവുനെ എങ്ങനെയെങ്കിലും വിശ്വസിപ്പിച്ച് ഇവളെ കയ്യിലിരിക്കുന്ന ഈ പോളിസി കോൺട്രാക്റ്റിൽ അവനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കണം. രണ്ടാമത്തെ ടാസ്ക്, സിയാവോനെ തോൽപ്പിച്ച് എങ്ങനെയെങ്കിലും പോലീസ് നിങ്ങിനെ മേയറാക്കണം. അതുപോലെ ഇവൾ തന്നെയാണ് അന്ന എന്ന് തിരിച്ചറിയാനുള്ള ഒരു ഐഡന്റിറ്റി ടോക്കൺ അവളുടെ കയ്യിൽ നൽകിയിട്ടുണ്ട്. ഇത് കൊണ്ടുപോയി പോലീസ് നിങ്ങിന് കാണിച്ചു കൊടുത്താൽ സിയാവോനെ കൊടുക്കാനുള്ള തെളിവുകൾ അവൻ നൽകുമെന്ന് അതിൽ എഴുതിയിട്ടുണ്ട്. പോലീസ് നിങ്ങിനെ കാണുന്നതാണ് ശരിയെന്ന് വിചാരിച്ച് അവൾ നേരെ പോലീസ് നിങ്ങിന്റെ അടുത്തേക്ക് പോകുന്നു. അവിടെ എത്തിയ ഉടനെ അവളുടെ ഐഡന്റിറ്റി കാണിക്കുന്ന ആ ടോക്കൺ അവന്റെ കയ്യിൽ കൊടുക്കുന്നു. അതിനുശേഷം അവൾക്ക് ആവശ്യമായ പണവും ആ തെളിവുകളൊക്കെ അവൻ അവൾക്ക് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കിട്ടിയ അവൾ നമ്മുടെ ഹീറോയായ സിയാവോനെ കാണാനായി അവന്റെ ഓഫീസിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് അവൾ പതുക്കെ ആ ഡോർ തുറക്കുമ്പോൾ ആരാ അവളുടെ നേരെ ഒരു തോക്ക് ചൂണ്ടുന്നുണ്ട്. എന്നിട്ട് അവർ ചോദിക്കുന്നു, നീ ആരാണ്? നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? നീ ആ സിയാവോന്റെ ആളായിരിക്കും അല്ലേ? ഉടൻ തന്നെ അവൾ മറുപടി പറയുന്നു, ഹേയ്, ഞാൻ അവന്റെ ആളൊന്നുമല്ല, ഞാൻ നിങ്ങളെ പോലെ തന്നെ ഈ ഗെയിമിലെ ഒരു പ്ലെയർ ആണ്. പിന്നെയും അവർ ചോദിക്കുന്നു, ശരി, എന്തിനാണ് നീ ഇങ്ങോട്ട് വന്നത്? എന്തെങ്കിലും എടുക്കാൻ വന്നതാണോ? അത് കേട്ട് സിയോ പറയുന്നു, ഇല്ല, ഞാനൊന്നും എടുക്കാൻ വന്നതല്ല, ഞാനൊരു സാധനം ഇവിടെ കൊണ്ടുവെക്കാൻ വന്നതാണ്. അങ്ങനെ ഇവൾ സംസാരിക്കുമ്പോൾ ആ നിൽക്കുന്ന അയാൾക്ക് ഒരു കോൾ വരുന്നു. ആരോ ഫോണിലൂടെ പറയുന്നു സിയാവോ അങ്ങോട്ട് വരുന്നുണ്ട് എന്ന കാര്യം. ഇവരിങ്ങനെ ഫോൺ ചെയ്യുന്നത് കണ്ട് സിയോ ചോദിക്കുന്നു, അതെ, നമ്മുടെ ഈ ഗെയിമിൽ ഫോൺ ഉപയോഗിക്കാൻ അനുവാദമില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഫോൺ യൂസ് ചെയ്യുന്നത്? നീ അതൊന്നും കാര്യമാക്കണ്ട, ഗെയിം ആയാൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, വേഗം ഇവിടുന്ന് രക്ഷപ്പെട്ടോ, അവനിപ്പോൾ ഇങ്ങോട്ട് വരും എന്നും പറഞ്ഞ് അയാൾ അവിടുന്ന് ഓടാൻ നോക്കുന്നു. അവളും അവരുടെ പിന്നാലെ പോകാൻ നിൽക്കുമ്പോൾ അതാ നമ്മുടെ സിയാവുടെ ആളുകൾ വരുന്നു. അങ്ങനെ അവർ പിടിക്കാൻ വരുമ്പോൾ കൂടെ നിന്നിരുന്ന അയാൾ സിയുനെ തട്ടി മാറ്റിക്കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അവിടേക്ക് സിയാവ് വന്ന് അവളെ കൈ പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കുന്നു. അവളുടെ ചെരുപ്പ് താഴെ കിടക്കുന്നത് കണ്ട് അവൻ അത് എടുത്തു കൊടുക്കാൻ നിൽക്കുമ്പോൾ സിയോ അത് കണ്ട് അവനോട് പറയുന്നു, വേണ്ട വേണ്ട, ഞാൻ തന്നെ ഇട്ടോളാം, നിങ്ങൾ എനിക്ക് ഇട്ട് തരേണ്ട ആവശ്യമില്ല. അതിനവൻ പറയുന്നു, അതെ, നീ തന്നെയാണ് ഇടേണ്ടത്, അല്ലാതെ ഞാൻ എന്തിനാണ് നിനക്ക് ഇട്ടു തരേണ്ടത്? അങ്ങനെ അവൾ ആ ചെരുപ്പ് ധരിക്കുന്നു. അപ്പോൾ അവൻ പറയുകയാണ്, വാ, നമുക്കൊന്ന് ഉള്ളിൽ പോകാം, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്നിട്ട് അവൻ ചോദിക്കുന്നു, നീ ആരാണ്? അപ്പോൾ അവൾ പറയുകയാണ്, എൻ്റെ പേര് അന്ന, അതായത് ഈ ഗെയിമിലെ അവളുടെ പേര് അന്ന എന്നാണ്. എന്നിട്ട് അവൾ പറയുന്നു, ഞാൻ സൈഡ് എമ്മിൻ്റെ ഫിനാൻഷ്യൽ അഡ്വൈസർ ആണ്. നിങ്ങളുമായി ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ കോൺട്രാക്റ്റിൽ ഒപ്പിടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫണ്ട് ഉടൻ തന്നെ ലഭിക്കും. ഇത് കേട്ടുകൊണ്ട് അവൻ പറയുന്നു, ഈ കോൺട്രാക്റ്റിൽ ഒപ്പിടുന്നത് കൊണ്ട് എനിക്ക് എന്താണ് ലാഭം? അതിനവൾ പറയുന്നു, നിനക്ക് മേയർ ആവണമെന്നാണ് ആഗ്രഹമെന്ന് എനിക്കറിയാം. നീ ഈ കോൺട്രാക്റ്റിൽ ഒപ്പുവെച്ചു തരുകയാണെങ്കിൽ നിന്നെ മേയർ ആക്കാനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം. അവൾ ഇങ്ങനെ പറയുന്നത് കേട്ട് അവൻ അവളെ സംശയത്തോടെ നോക്കിക്കൊണ്ട് ചോദിക്കുന്നു, ഞാൻ എങ്ങനെ നിന്നെ വിശ്വസിക്കും? എന്താ, എന്നെ വിശ്വസിക്കില്ലേ എന്നവൾ തിരിച്ചും ചോദിക്കുന്നു. എന്നാൽ ശരി, ഇന്ന് രാത്രി 10 മണിക്ക് നിങ്ങൾ ആ ഡാൻസ് ഹാളിലേക്ക് വരൂ, നിങ്ങൾക്ക് മേയർ ആവാനുള്ള ആ ഫോർമുല ഞാൻ അവിടെ കൊണ്ടുവരാം എന്നും പറഞ്ഞ് അവൾ ഇവിടെ നിന്ന് പോകുന്നു. ഈ ഗെയിം 4 മണിക്കൂർ നീണ്ടു നിൽക്കുന്നതാണ്. അതിനനുസരിച്ചാണ് അതിലെ സമയവും അവർ ക്രമീകരിച്ചിരിക്കുന്നത്. അവൾ ഇതിനോടകം തന്നെ ഈ ഫോർമുല അടങ്ങിയിരിക്കുന്ന കത്ത് വാങ്ങുന്ന ഒരു കഥാപാത്രമായി മുന്നത്തെ ഗെയിമിൽ കളിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എപ്പോഴാണ് ആ കഥാപാത്രം ആ കത്ത് വാങ്ങാൻ പോകുന്നതെന്ന് അവൾക്ക് കൃത്യമായി അറിയാമായിരുന്നു. അതുകൊണ്ട് അവൾ ആ കഥാപാത്രം വരുന്നതിന് മുമ്പേ ചെന്ന് ആ പോസ്റ്റ്മാനോട്, മര്യാദയ്ക്ക് ഈ കത്ത് ഇങ്ങോട്ട് തന്നേക്കണം, അല്ലെങ്കിൽ ഞാൻ നിന്നെ ഷൂട്ട് ചെയ്യും എന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ആ കത്ത് വാങ്ങുന്നു. അടുത്ത സീൻ കാണിക്കുന്നത് സിയോ സിയാവോനെ മീറ്റ് ചെയ്യാനായി ആ ഡാൻസ് ഹാളിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് അവൾ അവനോട് പറയുന്നു, ഇതാ നീ ചോദിച്ച ആ ഫോർമുല അടങ്ങിയ കത്ത്, അത് എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ആദ്യം നീ ഈ കോൺട്രാക്റ്റിൽ ഒപ്പുവെക്കണം, എങ്കിൽ മാത്രമേ ഞാൻ നിനക്ക് ഈ കത്ത് തരുകയുള്ളൂ. അത് കേട്ടവൻ, എനിക്കിങ്ങനെയുള്ള കോൺട്രാക്റ്റുകളിൽ ഒപ്പിടുന്നത് ഒട്ടും ഇഷ്ടമില്ല, അതുകൊണ്ട് തന്നെ എനിക്കിതിന്റെ ആവശ്യമില്ല എന്നിങ്ങനെ അവൻ പറയുമ്പോൾ, അയ്യോ, അങ്ങനെ പറയരുത്, സാരമില്ല, നീ ഒപ്പിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇന്നാ ഇത് നീ വെച്ചോളൂ എന്നും പറഞ്ഞ് അവളുടെ കയ്യിലുള്ള ആ ഫോർമുല കൊടുത്ത് അവൾ അവിടെ നിന്ന് പോകാൻ നിൽക്കുന്നു. ഉടനെ തന്നെ അവന്റെ ആളുകൾ അവളെ പിടികൂടുന്നു. അപ്പോൾ അവൾ ചോദിക്കുന്നു, നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഞാൻ നിനക്ക് ആ ഫോർമുല ലെറ്റർ തന്നില്ലേ, പിന്നെ എന്താണ്? അതിനവൻ,
എന്ത് ഫോർമുല ലെറ്ററോ? നീ തന്നത് ഫോർമുല ലെറ്റർ അല്ലാന്ന് എനിക്ക് നന്നായി അറിയാം. എന്നെ ചുറ്റിപ്പറ്റി ഒരുപാട് ശത്രുക്കളുണ്ട്. നീയും എൻ്റെ ശത്രുവിനെ സഹായിക്കാൻ വേണ്ടിയല്ലേ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നീ തന്നത് ഫോർമുല ലെറ്ററേ അല്ല, എന്നെ കൊടുക്കാൻ വേണ്ടിയുള്ള തെളിവുകളാണ് എന്നും പറഞ്ഞ് അവൻ അത് കാണിക്കുന്നു. അത് കാണിച്ച ശേഷം പെട്ടെന്ന് അവൻ തോക്കെടുത്ത് അവളുടെ നേരെ ചൂണ്ടുന്നു. അവൾ പേടിച്ച് അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ എന്നും പറഞ്ഞ് ആ തോക്കിൽ പിടിക്കുന്നു. അവൾ അങ്ങനെ ചെയ്യുമെന്ന് അവൻ പോലും പ്രതീക്ഷിച്ചു കാണില്ല. ഉടനെ തന്നെ അവൾ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് അയ്യേ ഞാനിപ്പോ എന്താ ചെയ്തേ എന്ന് വിചാരിച്ചുകൊണ്ട് ആ തോക്ക് വീണ്ടും അവന്റെ കയ്യിൽ കൊടുക്കുന്നു. എന്നിട്ട് പറയാണ്, ദയവായി നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇനി ഇങ്ങനെയൊന്നും ചെയ്യില്ല. അത് കേട്ട അവൻ, നിനക്കിനി എന്താണ് വേണ്ടത്? പ്ലീസ് എനിക്കിനി ജീവനോടെ ഇരുന്നാൽ മാത്രം മതി എന്ന് അവൾ ഇങ്ങനെ ചോദിക്കുന്നു. അത് കേട്ട അവൻ, ശരി ഞാൻ നിനക്ക് ഒരു ചാൻസും കൂടെ തരാം. മര്യാദക്ക് നീ ആ ഫോർമുല ലെറ്റർ എടുത്തിട്ട് വന്ന് എന്റെ കാസിനോയിൽ വന്ന് എന്നെ മീറ്റ് ചെയ്യണം. ഓക്കെ, നിങ്ങൾ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും ഞാൻ ആ ഫോർമുല ലെറ്റർ കൊണ്ടുവരാം എന്ന് അവൾ പറയുമ്പോൾ അവൻ അവിടെ നിന്ന് പോകുന്നു. പിന്നെ കാണിക്കുന്നത് അവൾ ആ കാസിനോയിലേക്ക് പോകാൻ വേണ്ടി പുറപ്പെടുമ്പോൾ അവളുടെ പിന്നിൽ ആരോ തോക്ക് വെക്കുന്നു. അത് ആരാണെന്ന് നോക്കിയപ്പോൾ അത് ആ ഫിനാൻസ് മിനിസ്റ്റർ ആണ്. അവൻ അവളെ അവിടെ നിന്ന് തട്ടിക്കൊണ്ട് പോകുന്നു. എന്നിട്ട് അവളോട് ആ ഫിനാൻസ് മിനിസ്റ്റർ പറയുകയാണ്, ആ ഫോർമുല നീ അവന് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചാൽ നിന്നെ ഞാൻ തീർച്ചയായും കൊല്ലും. നീ ആ ഫോർമുല ലെറ്റർ മര്യാദയ്ക്ക് എന്റെ കയ്യിൽ താ എന്നിങ്ങനെ അവൾ ചോദിക്കുമ്പോൾ, സാർ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, ഞാൻ ഒരിക്കലും അവനെ സഹായിക്കില്ല എന്ന് പറയുമ്പോൾ ആ ഫിനാൻസ് മിനിസ്റ്റർ പറയുന്നു, നീ എന്നെ പറ്റിക്കാൻ നോക്കണ്ട, നീ മര്യാദയ്ക്ക് ആ ഫോർമുല ലെറ്റർ എന്റെ കയ്യിൽ താ. പിന്നെ കാണിക്കുന്നത് സിയാവോ അവളെ തെരഞ്ഞ് പുറത്തേക്ക് വരുന്നതാണ്. കുറെ നേരമായിട്ടും അവളെ കാണുന്നില്ല. പക്ഷെ അവൾ കഴിച്ചിട്ട് പോയ ജെറി അവിടെ കിടക്കുന്നത് അവൻ കാണുന്നു. ഫിനാൻസ് മിനിസ്റ്ററുടെ കാറും ആ വഴിയിലൂടെ പോകുന്നത് അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഉടനെ തന്നെ അവളെ രക്ഷിക്കാനായി അവൻ അങ്ങോട്ട് പോകുന്നു. എന്നിട്ട് അവളെ രക്ഷിച്ചു കൊണ്ടുവരുമ്പോൾ അവൻ ചോദിക്കുന്നു, എവിടെയാണ് ആ ഫോർമുല ലെറ്റർ? അത് നീ എന്റെ കയ്യിൽ താ എന്ന് പറയുമ്പോൾ അവൾ അവനെ വിളിച്ചുകൊണ്ട് ആ ഫോർമുല ലെറ്റർ എടുക്കാൻ പോകുന്നു. അവൾ ആ ലെറ്റർ എടുത്ത് അവന്റെ കയ്യിൽ കൊടുക്കാൻ നിൽക്കുമ്പോൾ ആ ഫിനാൻസ് മിനിസ്റ്ററും അവരുടെ ആളുകളും വന്ന് അവരെ വളയുകയാണ്. എന്നിട്ട് അവന്റെ അടുത്ത് ഫിനാൻസ് മിനിസ്റ്റർ ചോദിക്കുന്നു, നിന്റെ കയ്യിലുള്ള ആ ഗവൺമെന്റിന്റെ സീൽ അത് എനിക്ക് താ, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്യും എന്ന് പറയുമ്പോൾ അപ്പോൾ സിയാവോ ചോദിക്കുന്നു, അതിന് എന്റെ കയ്യിൽ എന്ത് സീലാണുള്ളത്? ദാ നോക്കൂ, എന്റെ കയ്യിൽ ഈ ലെറ്റർ മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞ് അവൻ ആ ലെറ്റർ എടുക്കുമ്പോൾ ആ സീല് താഴേക്ക് വീഴുന്നു. ഇത് കണ്ട് അവൻ അവളെ നോക്കുന്നു. അവളാണെങ്കിലോ ചിരിച്ചുകൊണ്ട് ഫിനാൻസ് മിനിസ്റ്ററുടെ അടുത്ത് പോയി നിൽക്കുകയാണ്. കുറച്ചു മുമ്പ് എന്താണ് നടന്നതെന്ന് അവിടെ കാണിക്കുന്നു. ഫിനാൻസ് മിനിസ്റ്റർ പുറത്തേക്ക് പോകുമ്പോൾ സിയോ അവനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയുകയാണ്, ഒന്ന് നിൽക്കൂ, ആര് ജയിക്കാൻ വേണമെങ്കിലും ഞാൻ നിങ്ങളെ സഹായിക്കാം. പക്ഷേ ആ സിയാവോ അവൻ ജയിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഈ ഫിനാൻസ് മിനിസ്റ്റർക്ക് ഈ പ്ലാനുകളൊക്കെ കൊടുക്കുന്നത് സിയു തന്നെയാണ്. ഇതറിഞ്ഞ സിയാവോ, നീ നന്നായി തന്നെ അഭിനയിച്ചു, പക്ഷേ ഈ ഗെയിം ഇതോടുകൂടി തീരുന്നില്ല, ഇത് നിന്റെ അവസാനത്തെ ചിരിയാവാൻ കൂടെ സാധ്യതയുണ്ട് എന്നും ആ ഫിനാൻസ് മിനിസ്റ്ററെ നോക്കി പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ഈ വശത്ത് പോലീസ് നിങ്താൻ പുതിയ മേയറായി മാറുകയാണ്. സിയ അവിടെ ചുറ്റിലും നോക്കിയിട്ടും നമ്മുടെ ഹീറോയായ സിയാവുവിനെ കാണുന്നില്ല. അവൾ അത് കണ്ട് ഒന്ന് വിഷമിക്കുന്നുണ്ട്. കാരണം അവന്റെ മുന്നിൽ വെച്ച് തന്നെ വേറൊരാൾ മേയറായി കാണുന്നത് അവൾക്ക് കാണണമായിരുന്നു. പക്ഷേ അവളുടെ ആ ആഗ്രഹം നടന്നില്ല. ഇതോടുകൂടി ഈ ഗെയിം അവസാനിക്കുന്നു. ഗെയിമും കഴിഞ്ഞ് അവൾ പുറത്തേക്ക് വരികയാണ്. അപ്പോൾ അവൾക്കൊരു കോള് വരുന്നു. അവളുടെ മാനേജറാണ് വിളിക്കുന്നത്. അയാൾ പെട്ടെന്ന് അവളോട് ഓഫീസിലേക്ക് വരാൻ പറയുകയാണ്. അങ്ങനെ അവൾ ഓഫീസിലേക്ക് പോകുന്നു. അവിടെ ചെന്ന ഉടനെ തന്നെ അവൾ മാനേജറോട് ചോദിക്കുന്നു, എന്താണ് എന്റെ ലീവ് ക്യാൻസൽ ചെയ്തത്? ഏതെങ്കിലും പുതിയ ക്ലയന്റ് വന്നിട്ടുണ്ടോ എന്നിങ്ങനെ അവൾ ചോദിക്കുമ്പോൾ, ഇല്ല, പുതിയ ക്ലയന്റ് ഒന്നും വന്നിട്ടില്ല, പക്ഷെ ഒരു പുതിയ മെമ്പർ നമുക്ക് വന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോൾ ആരാണെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ നിന്നൊരു നായ്ക്കുട്ടി വരുന്നു. ഇതാണ് നമ്മുടെ പുതിയ മെമ്പർ, നീ ഇപ്പോൾ ഫ്രീ ആയിട്ടല്ലേ ഇരിക്കുന്നത്, നീ ഇവനെ ഒന്ന് സലൂണിൽ കൊണ്ടുപോയിട്ട് വാ. ഇയാൾ ഇങ്ങനെ പറയുന്നത് കേട്ട് അവൾക്ക് ഒരുമാതിരിയാകുന്നു. അവൾ സങ്കടത്തോടെ ചോദിക്കുന്നു, കോളേജ് കഴിഞ്ഞത് മുതൽ ഞാൻ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ ആഗ്രഹം ഒരു ആർക്കിടെക്റ്റ് ആകുക എന്നതാണ്. പക്ഷേ നിങ്ങൾ ഇതുവരെ എന്നെ ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റിയിട്ടേ ഇല്ല. ഇപ്പോഴും ഒരു അസിസ്റ്റന്റ് ആയി തന്നെ എന്നെ വെച്ചിരിക്കുകയാണ്. ഇനിയും എത്ര നാളായിട്ടാണ് ഞാൻ ഈ അസിസ്റ്റന്റ് ആയി ഇരിക്കേണ്ടത്? എപ്പോഴാണ് ഞാൻ ആ ഡിസൈൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുക? ഇത് കേട്ട് അയാൾ പറയുന്നു, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിനക്ക് ഞാൻ പ്രൊമോഷനൊക്കെ തന്നിട്ടുണ്ടല്ലോ. അസിസ്റ്റന്റിൽ നിന്ന് ഇപ്പോൾ നീ ജനറൽ മാനേജറിന്റെ അസിസ്റ്റന്റ് അല്ലേ? അതുപോലെ നിനക്ക് എന്നും പറഞ്ഞ് അദ്ദേഹം അവളെ കളിയാക്കി ചിരിക്കുന്നു. ഇതും കൂടെ കേട്ടതും അവൾ ആകെ സങ്കടത്തിലാകുന്നു. അയാൾ വീണ്ടും പറയുകയാണ്, ഇവിടെ നോക്ക്,
നമുക്കിപ്പോൾ കമ്പനിയിൽ പുതിയ പ്രൊജക്റ്റുകളൊന്നും വരുന്നില്ല, ഒരു ഡിസൈനറെ ഇപ്പോൾ നമുക്ക് ആവശ്യമില്ല എന്നിങ്ങനെ അദ്ദേഹം പറഞ്ഞു തീർക്കുമ്പോഴേക്കും അവൾ പറയുകയാണ്, ഇത് തന്നെയാണ് നിങ്ങൾ ഈ 3 വർഷമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരി, ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ് എന്നും പറഞ്ഞ് അവൾ പോകാൻ നിൽക്കുമ്പോൾ എന്തോ ഒന്ന് ആലോചിച്ചുകൊണ്ട് അവൾ തിരിഞ്ഞുകൊണ്ട് അദ്ദേഹത്തോട് പറയുന്നു, അതെ, ഞാൻ ഈ ജോലി ഉപേക്ഷിച്ചുകൊണ്ട് പോവുകയാണ്. ഇത് കേട്ട് ഞെട്ടലോടെ അദ്ദേഹം, എന്ത്, നിനക്ക് എന്തു പറ്റി എന്നിങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിലും എനിക്കൊന്നുമില്ല, എനിക്ക് ഈ ജോലി ഇനി ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അവൾ പോകുന്നു. അടുത്ത സീനിൽ അവൾ അവളുടെ ഫ്രണ്ടായ ഷാവോടെ അടുത്ത് പറയുകയാണ്, ഷാവോ, ഞാൻ എൻ്റെ ജോലി വേണ്ടെന്ന് വെച്ചു. ഷാവോ ചോദിക്കുന്നു, എന്തിനാ, നിനക്ക് എന്തു പറ്റി, നിനക്ക് പുതിയ ജോലി വല്ലതും കിട്ടിയോ? ഇല്ല, പുതിയ ജോലിയൊന്നും കിട്ടിയില്ല, പക്ഷെ ഈ ജോലി ഞാൻ വിട്ടു. അവളിങ്ങനെ പറയുന്നത് കേട്ട് ഷാവോ പറയുന്നു, എന്താണ് നീ പറയുന്നത്? നിനക്ക് വേറെ വല്ല ജോലിയും നോക്കിയിട്ട് ഈ ജോലി വിട്ടാൽ പോരായിരുന്നോ? എന്തിനാണ് നീ ഇപ്പോൾ ഈ ജോലി ഉപേക്ഷിച്ചത് എന്നിങ്ങനെ ഷാവോ ചോദിക്കുമ്പോൾ, നിനക്ക് തന്നെ അറിയാമല്ലോ എൻ്റെ ആഗ്രഹം എന്താണെന്ന്. എനിക്കൊരു ആർക്കിടെക്റ്റ് ആകണം, എൻ്റെ വലിയ ആഗ്രഹമാണത്. പക്ഷേ എൻ്റെ ഈ സാഹചര്യം കാരണം ഞാൻ ഇപ്പോഴും ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നു. അവരെന്നെ ഡിസൈൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറ്റുമെന്ന് വിചാരിച്ച് എൻ്റെ 3 വർഷം ഞാൻ അവിടെ നിന്നു. പക്ഷേ അവരെന്നെ മാറ്റിയില്ല. ഇങ്ങനെ തന്നെ പോയാൽ ഞാൻ എന്ത് ചെയ്യാനാണ്? ഇനി എന്തെങ്കിലും പുതിയതായിട്ട് തുടങ്ങണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് എന്ന് അവൾ പറയുന്നത് കേട്ട് ഷാവോ പറയുന്നു, ഓക്കെ, നിനക്ക് കോൺഫിഡൻ്റ് ആണെങ്കിൽ നിന്റെ കൂടെ ഞാനുണ്ടാകും. ഇത് കേൾക്കുമ്പോൾ അവളും വളരെ സന്തോഷവതിയാകുന്നു. പെട്ടെന്ന് അവൾക്കൊരു നോട്ടിഫിക്കേഷൻ വരുന്നു. എന്താണെന്ന് വെച്ചാൽ ഗെയിം വീണ്ടും സ്റ്റാർട്ടാകാൻ പോകുന്നു എന്നുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് അവൾക്ക് വന്നത്. അത് കണ്ട് ഷാവോ പറയുന്നു, എന്താ മോളെ, നീ വീണ്ടും ആ ഗെയിം കളിക്കാൻ പോവുകയാണോ? അതെ, എനിക്ക് ഈ ഗെയിം കളിക്കണം. എന്നെ തോൽപ്പിച്ചില്ലേ അവനെ എനിക്ക് തോൽപ്പിക്കണം. അവൻ്റെ കൺമുമ്പിൽ നിന്ന് എനിക്ക് ജയിക്കണം. കഴിഞ്ഞ ഗെയിമിൽ അവൻ അത് കാണാതെ പോയി, പക്ഷേ ഇത്തവണ ഞാൻ വിടില്ല എന്നും പറഞ്ഞ് അവൾ ആ ഗെയിമിലേക്ക് പോകുന്നു. ഇന്നത്തെ ഗെയിമിലും അവൾ അതേ ക്യാരക്ടറിൽ തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെ അവൾ ആ ഗെയിമിനുള്ളിൽ പോയി ആ ഡോറിൻ്റെ അടുത്ത്, ദാ ഇപ്പോൾ നമ്മുടെ ഹീറോ വരും, അതായത് സിയാവോ, അവനിപ്പോൾ വരും, ആ ഡോർ ഓപ്പൺ ചെയ്യും എന്ന് വിചാരിച്ചുകൊണ്ട് നോക്കി നിൽക്കുകയാണ്. പക്ഷേ അവിടെ നിന്ന് വരുന്നത് വേറെ ആരോ ആണ്. സിയാവോൻ്റെ ക്യാരക്ടറിലുള്ളത് മറ്റൊരാളായിരുന്നു. അവൾ ഗെയിമിനുള്ളിലോട്ട് വരുന്നത് തന്നെ സിയാവോനെ തോൽപ്പിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ്. ഇന്ന് അവൻ ആ ഗെയിമിലില്ലാത്തത് കൊണ്ട് തന്നെ അവൾ മൊത്തത്തിൽ സാഡായിരുന്നു. ഗെയിമൊക്കെ കഴിഞ്ഞ് അവൾ പുറത്തോട്ട് വന്നതും ഓർഗനൈസറോട് ചോദിക്കുകയാണ്, ഇന്ന് എന്താണ് സംഭവിച്ചത്? ആ ക്യാരക്ടറിൽ ഒരാൾ പ്ലേ ചെയ്യുമായിരുന്നല്ലോ, ഇന്ന് അവനെ കാണാനില്ലല്ലോ. അത് കേട്ട് അയാൾ പറയുന്നു, അദ്ദേഹം ഒരു പ്ലെയർ അല്ല, അദ്ദേഹം നമ്മുടെ ഒരു ആക്ടറാണ്. ശരി, എന്തുകൊണ്ടാണ് അദ്ദേഹം വരാത്തത് എന്ന് അവൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ, ഞങ്ങളുടെ അടുത്ത് 2 ഗ്രൂപ്പുകളുണ്ട്. 2 ഗ്രൂപ്പിലും ഓഫ് ആക്ടേഴ്സ് ഉണ്ടാകും. റൊട്ടേഷനിലാണ് ഇവർ വരുന്നത്. അവർക്ക് അവരുടേതായ ഷെഡ്യൂൾ ഉണ്ടാകും. അത് കേട്ട് അവൾ, ഓക്കെ, എന്നാൽ എനിക്ക് ആ ഷെഡ്യൂൾ തരൂ. ഈ പ്ലെയർ വരുന്ന ഷെഡ്യൂൾ എനിക്ക് പ്രധാനമായിട്ടും വേണം. അത് കേട്ട അയാൾ, സോറി മാഡം, ഈ പ്ലെയർ മാത്രം ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി ഞങ്ങൾ ഒരിക്കലും പുറത്തു പറയില്ല. അദ്ദേഹം ഞങ്ങളുടെ സ്പെഷ്യൽ ഗസ്റ്റ് ആയതുകൊണ്ട് എപ്പോഴാണോ അദ്ദേഹം ആഗ്രഹിക്കുന്നത് അപ്പോൾ മാത്രമേ വരികയുള്ളൂ. അത് കേട്ട് അവൾ, ഓക്കെ ശരി എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നു. എന്നിട്ട് അവൾ ആ ഗെയിമിന്റെ ചാറ്റ് പോയി ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. അതിലാണെങ്കിൽ എല്ലാവരും സിയാവോനെ തന്നെയാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. അവന്റെ ഡീറ്റെയിൽസ് മാത്രം ആർക്കും അറിയില്ല. ബാക്കി വരുന്ന ആക്ടേഴ്സിനൊക്കെ സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ട് ഉള്ളവരാണ്, എന്നാൽ ഈ ക്യാരക്ടറിന് മാത്രമില്ല എന്നിങ്ങനെ പറഞ്ഞ് എല്ലാവരും അതിൽ സംസാരിക്കുന്നു. അടുത്ത സീനിൽ സിയാവോ അവൻ്റെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ ഫ്രണ്ട് ആരാണെന്ന് വെച്ചാൽ ഈ ഗെയിം സ്റ്റാർട്ട് ചെയ്ത ആളാണ് ഇവൻ്റെ ഈ ഫ്രണ്ട്. ആ ഫ്രണ്ട് ചോദിക്കുന്നു, എന്താടാ 2 ദിവസമായിട്ട് നിന്നെ കാണാനില്ലല്ലോ, എന്തെങ്കിലും ബിസി ആണോ? അതേടാ, ഞാൻ അപ്പാർട്ട്മെന്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അതാണ് ഞാനിപ്പോൾ ബിസി എന്നിങ്ങനെ അവൻ മറുപടി കൊടുക്കുന്നു. ശരി, നിന്നെ കുറിച്ചൊരു പ്ലെയർ വന്ന് ചോദിച്ചിരുന്നു, നിന്റെ ക്യാരക്ടറിനെ കുറിച്ച്, നീ എപ്പോഴാണ് വരിക എന്നിങ്ങനെയൊക്കെ അവർ ചോദിച്ചിരുന്നു. ഓർഗനൈസർ എനിക്കിപ്പോൾ കോൾ ചെയ്തിരുന്നു. ഇത് കേട്ടതും സിയാവോ എന്തൊക്കെയോ ആലോചിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഫ്രണ്ട് പറയുകയാണ്, നീ പേടിക്കണ്ട, നിന്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും ആർക്കും അറിയില്ല, നിന്റെ ഡീറ്റെയിൽസ് ഒന്നും ഞങ്ങൾ പുറത്തു വിടില്ല. ഇത് കേട്ട് ഓക്കേടാ താങ്ക്സ് എന്നിങ്ങനെ അവനും പറയുന്നു. പിന്നെ കാണിക്കുന്നത് സിയാവോ ഒരു വീട് കാണാനായി പോവുകയാണ്. അവിടെ ഒരു അമ്മൂമ്മയുടെ വീട്ടിലേക്കാണ് അവനെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അവൻ അവിടെയൊക്കെ ചുറ്റിപ്പറ്റി നോക്കിക്കൊണ്ടിരിക്കുന്നു. അതേ അപ്പാർട്ട്മെന്റിലാണ് നമ്മുടെ ഹീറോയിനായിട്ടുള്ള ജിയോവും താമസിക്കുന്നത്. ആ സമയത്ത് അവളുടെ അച്ഛനും അമ്മയും കാറിൽ വന്ന് ഇറങ്ങുന്നു. അവരങ്ങനെ വീട്ടിലേക്ക് പോകുമ്പോൾ അവരുടെ വീടിന്റെ പുറത്ത് ജിയോവിന്റെ എക്സ് ലവറിന്റെ അമ്മ ഇവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഇവരെ കണ്ടതും അവർ രണ്ടുപേരും ഇവരെ കാണാത്ത പോലെ പോകാമെന്ന് വിചാരിച്ച് നടന്നു പോകുമ്പോൾ അവർ പെട്ടെന്ന് ഇവരുടെ അടുത്ത് ചോദിക്കുന്നു, അതെ ജിയോ ഇവിടെ ഇല്ലേ? അത് കേട്ടതും അവളുടെ അച്ഛന് ദേഷ്യം വരുന്നു.
എന്നിട്ട് അവർ ഒരുപാട് വഴക്ക് പറയുന്നു. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടാണ് നിങ്ങൾ എന്നെ ചീത്ത പറയുന്നത്? ജിയോ ഇല്ലേ എന്നല്ലേ ഞാൻ ചോദിച്ചുള്ളൂ, ഇതിലെന്താണ് തെറ്റുള്ളത് എന്നിങ്ങനെ പറഞ്ഞ് അവരും ബഹളം വെക്കുന്നു. അപ്പോഴാണ് താഴെ വന്ന ബ്രോക്കർ നമ്മുടെ സിയാവോനോട് സംസാരിക്കുന്നത്. ഈ പ്ലേസ് നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും, ഇവിടെ എപ്പോഴും വളരെ ശാന്തമായിരിക്കും. അടുത്ത വീട്ടുകാരും ഒരു വഴക്കും കൂടാതെ നല്ല സ്നേഹത്തോടെയാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നീ ബ്രോക്കർ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മുകളിൽ നിന്ന് നല്ല ബഹളം കേൾക്കുന്നുണ്ട്. ഇത് കേട്ട് സിയാവോ ബ്രോക്കറെ ഒരുമാതിരി നോക്കുന്നുണ്ട്. ഇവിടെ മുകളിൽ സിയുവിന്റെ അച്ഛൻ അവരെ നല്ലോണം വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നു, ബ്രേക്കപ്പ് എന്ന് പറയുന്നത് നോർമൽ അല്ലേ, ഇതിൽ എന്താണ് തെറ്റുള്ളത് എന്നിങ്ങനെ അവളുടെ എസ് ലവറിന്റെ അമ്മ ചോദിക്കുന്നു. അവളുടെ അച്ഛൻ പറയുന്നു, അതെ, ബ്രേക്കപ്പ് ഒരു തെറ്റുള്ള കാര്യമല്ല, പക്ഷെ നിന്റെ മോൻ അത് നേരത്തെ തന്നെ ചെയ്യണമായിരുന്നു. ഒരു എൻഗേജ്മെന്റ് വരെ കൊണ്ടെത്തിക്കേണ്ട കാര്യമില്ലായിരുന്നു. ഞങ്ങളെ എല്ലാവരുടെയും മുന്നിലും നാണം കെടുത്താൻ വേണ്ടിയിട്ടാണോ എന്നിങ്ങനെ പറഞ്ഞ് ഇവരിവിടെ വഴക്കിട്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ സിയാവോ ഈ ശബ്ദമൊക്കെ കേട്ടിട്ട് വീട് കാണിക്കുന്നവരെ ഒരുമാതിരി നോക്കുന്നു. അവരുടനെ ആ മുത്തശ്ശിന്റെ അടുത്ത് ചോദിക്കുന്നു, എന്ത് പറ്റി മുത്തശ്ശി, എപ്പോഴും ഇവിടെ ഇങ്ങനെയാണോ? എന്താ ഇങ്ങനെ വഴക്ക് കൂടുന്നത്? എപ്പോഴും ഇങ്ങനെയൊന്നും നടക്കാറില്ല. ഇപ്പോൾ ആ സുയായുടെ മകളുടെ കല്യാണം നിന്നുപോയി. ആ കല്യാണ ചെക്കൻ എൻഗേജ്മെന്റിന് അന്ന് ഓടിപ്പോയി. അതുകൊണ്ടാണ് അവന്റെ അമ്മയോട് അവർ വഴക്കിടുന്നത്. അപ്പോൾ ആ ബ്രോക്കർ, ഓ പ്രശ്നമാണല്ലേ, ഇല്ലെങ്കിൽ ഇങ്ങനെയൊന്നും നടക്കില്ലല്ലോ മുത്തശ്ശി എന്നിങ്ങനെ ചോദിക്കുന്നു. ഇല്ലില്ല, തീർച്ചയായിട്ടും ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്നിങ്ങനെ അവരും പറയും. ഇവരിവിടെ ഇങ്ങനെ വഴക്ക് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ സിയ അങ്ങോട്ട് വരികയാണ്. അവളുടെ അച്ഛനോടും അമ്മയോടും അകത്തോട്ട് പോകാൻ പറയുന്നു. പ്ലീസ് നിങ്ങളൊന്ന് അകത്തോട്ട് പോകൂ, ഞാൻ സംസാരിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് അവരെ അകത്തേക്കാക്കുന്നു. എന്നിട്ട് അവളുടെ എക്സ് ലവറിന്റെ അമ്മയോട് അവൾ സംസാരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ എന്തിനാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ അതിന് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നതല്ല. ഞാൻ അന്ന് എൻഗേജ്മെന്റിന് നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് കുറച്ച് പണം തന്നില്ലേ, അത് തിരികെ ചോദിക്കാനാണ് ഞാൻ വന്നത്. അപ്പോൾ സിയു, എന്ത് പണമോ? എൻ്റെ അച്ഛനും അമ്മയും നിങ്ങളുടെ മകനെ കാണാൻ വന്നപ്പോഴും ഇതുപോലെ ഗിഫ്റ്റായിട്ട് കുറച്ച് പണം തന്നിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ഇത് ഈക്വലായി എന്ന് അവൾ പറയുന്നു. അത് നിങ്ങൾ എൻ്റെ മകനല്ലേ നൽകിയത്, എനിക്കല്ലല്ലോ എന്നിങ്ങനെ അവർ പിന്നെയും ചോദിക്കുമ്പോൾ, അങ്ങനെയാണോ ആൻറ്റി? അന്ന് ആ ഫംഗ്ഷന് നിങ്ങളുടെ ബന്ധുക്കൾക്ക് വേണ്ടി എക്സ്ട്രാ ടേബിൾ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിനും ഞങ്ങളാണ് പണം കൊടുത്തത്, അത് തരുമോ തിരിച്ച് എന്നിങ്ങനെ അവൾ ചോദിക്കുമ്പോൾ അവർ മിണ്ടാതെ നിൽക്കുന്നു. ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടെ നിന്ന് പോകൂ, ഇനി മേലാൽ ഇങ്ങോട്ട് വരരുത് എന്നിങ്ങനെ അവൾ പറയുമ്പോൾ അവരടുന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് പോകുന്നു. പുറകെ അവളും പോയി നോക്കുന്നു. അപ്പോഴാണ് അവിടെ നിന്ന് സിയാവോയും ആ ബ്രോക്കറും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രദർ, നിങ്ങൾക്ക് ഈ അപ്പാർട്ട്മെന്റ് ഓക്കെ അല്ലേ? അതിനവൻ മറുപടിയായിട്ട്, ഓ എനിക്ക് ഓക്കെയാണ്, ഞാൻ എന്തായാലും ഇവിടെ കുറച്ച് ദിവസമേ കാണുകയുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ അവരോട് ചോദിച്ചിട്ട് എന്നോട് പറയൂ. അപ്പോൾ ആ ബ്രോക്കർ, ശരി, ഞാൻ ആ മുത്തശ്ശിയോട് ചോദിച്ചിട്ട് നിങ്ങളോട് പറയാം. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് സിയു പുറത്തേക്ക് വരുന്നു. അവരിങ്ങനെ തിരിഞ്ഞു നിന്ന് സംസാരിക്കുന്നത് കണ്ട് അതാരാണെന്ന് നോക്കാൻ അവൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ സമയത്ത് അവളുടെ അമ്മ അവളെ അകത്തേക്ക് വിളിക്കുന്നു. ഇതാ വരുന്നു അമ്മേ എന്നും പറഞ്ഞ് അവൾ അകത്തേക്ക് ഓടുന്നു. ഈ ശബ്ദം കേട്ട് അവൻ തിരിഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും ആ സമയത്തേക്കും അവൾ അവിടെ നിന്ന് ഓടിപ്പോയിട്ടുണ്ടായിരുന്നു. സിയു അന്ന് അവളുടെ അച്ഛനോടും അമ്മയോടും എല്ലാ പ്രശ്നങ്ങളും ഞാൻ കാരണമല്ലേ എന്നിങ്ങനെ വിഷമത്തോടെ പറയുമ്പോൾ അതിന് അമ്മ പറയുന്നു, നീ എന്ത് തെറ്റാണ് ചെയ്തത്? നീ സത്യസന്ധമായിട്ടല്ലേ നിന്നത്, അവനല്ലേ പോയത്, അതുകൊണ്ട് നീ ഇതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട. അവളുടെ അച്ഛനും അമ്മയും അവളോട് ഈ കാര്യങ്ങളൊക്കെ വിട്ടുകളഞ്ഞ് വന്ന് ഭക്ഷണം കഴിക്കാൻ പറയുന്നു. അവരങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ ജോലി അവൾ വേണ്ടെന്ന് വെച്ച കാര്യം അവരോട് പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ സമയത്ത് അച്ഛൻ പറയുന്നു, നീ എടുത്ത ലീവുകളൊക്കെ മതി, ഇനി മുതൽ നീ ജോലിക്ക് പോയി തുടങ്ങണം, നിന്റെ ജോലി ഇപ്പോൾ സ്റ്റേബിൾ ആണ്, അതുകൊണ്ട് നീ തുടർന്ന് പോകണം. ഇത് കേട്ട് വീണ്ടും അവൾ ആ ജോലിയുടെ കാര്യം പറയാൻ ശ്രമിക്കുമ്പോഴേക്കും അച്ഛന് കാലുവേദന വരുന്നു. അതോടെ ആ വിഷമം കണ്ടവൾ ആ കാര്യം പറയാതെ മാറ്റിവെക്കുന്നു. പിന്നീട് വീട്ടിൽ നിന്നും ഇറങ്ങിയ ശേഷം അവൾ അവളുടെ കൂട്ടുകാരിയുമായി ഫോണിൽ സംസാരിക്കുന്നു. കൂട്ടുകാരിയായ ഷാവു ചോദിക്കുന്നു, എന്താടി നീ അച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞോ? ഇല്ല, എനിക്ക് പറയാൻ പറ്റിയില്ല, നോക്കാം, നമുക്ക് പതുക്കെ പറയാം. അവൾ ഇങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ അവളുടെ എതിർവശത്തായി നമ്മുടെ ഹീറോയായ സിയാവോ വന്ന് നിൽക്കുന്നുണ്ട്. പക്ഷേ പരസ്പരം അവർ കാണുന്നില്ല. അങ്ങനെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു.